അപ്പോൾ ഞാനിത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. നമ്മൾ തലയിൽ എന്ത് യൂസ് ചെയ്യുന്ന മുന്നേ നമ്മളെ കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മൾ തലയിൽ നാച്ചുറൽ റെമഡീസ് ആയാലും ശരി, അല്ലെങ്കിൽ വല്ല പ്രോഡക്ട്സ് ആയാലും ശരി നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പറഞ്ഞുതരാം. ഇതിൽ ഒരു 8 പോയിന്റ്സ് ഉണ്ട്. എട്ടാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ടൈപ്പ്, നമ്മുടെ ഹെയറിൻ്റെ കണ്ടീഷനും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഹെയർ ടൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് 4 വരുന്നത്. സ്ട്രെയിറ്റ്, വേവി, കേളി, പിന്നെ കോയിലി എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഇതിൽ തന്നെ ഒരുപാട് വേറെ വെറൈറ്റീസും വരുന്നുണ്ട്. അപ്പോൾ അതൊരു വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അത് നമുക്ക് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ നമ്മൾ കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് ഹെയറിൽ ഡ്രൈനെസ് ഉണ്ടാവും. പിന്നെ ചിലരുടെ ഓയിലി ആയിരിക്കും, ചിലരുടെ എന്ന് പറയുമ്പോൾ ഡാമേജ്ഡ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റിൽ വരുന്നത്. എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ നമ്മുടെ ഡ്രൈ ഹെയറിന് കൂടുതൽ കണ്ടീഷനിങ്ങും പിന്നെ ഹൈഡ്രേഷനും വേണം. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ സെക്കൻഡ് പോയിന്റ്, എന്ത് കാര്യങ്ങളും തലയിൽ യൂസ് ചെയ്യുന്ന മുന്നേ ഒരു പാച്ച് ടെസ്റ്റ്, നമ്മുടെ ചെവിൻ്റെ ഇവിടെ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം. കാരണം നമുക്ക് ഇപ്പോൾ നമ്മൾ പണ്ട് ഉപയോഗിച്ച പ്രോഡക്റ്റ് ആയിരിക്കാം, പക്ഷേ കുറേ കാലം നമ്മൾ ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ഇച്ചിങ്ങോ ബേണിങ്ങോ ഒന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് പ്രോഡക്റ്റ് ആയാലും അല്ലെങ്കിൽ ഹോം റെമഡീസ് ആയാലും നമ്മൾ തലയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രോഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്യാനാണ്. നമ്മൾ കൂടുതൽ യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടുമെന്ന് വെച്ചിട്ട് ഒരുപാട് നമ്മൾ വാരി യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. നമ്മൾ എപ്പോഴും പോർഷൻ കൺട്രോൾ ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യുക. അഞ്ചാമത്തെ പോയിന്റ് എന്താണ്, ഫ്രീക്വൻസി മനസ്സിലാക്കുക. കാരണം നമ്മൾ ഓരോ പ്രോഡക്റ്റും ഓരോ ടൈപ്പിലാണ് യൂസ് ചെയ്യുന്നത്. ചില പ്രോഡക്റ്റ് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ യൂസ് ചെയ്യണം, ചിലത് വീക്കിലി വൺസ് ആയിരിക്കും. അങ്ങനെ അതിൻ്റെ എങ്ങനെയാണോ നമ്മൾ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ കറക്റ്റ് യൂസേജ് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ഓവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് നമുക്ക് ഉണ്ടാക്കുക. അതുകൊണ്ട് എപ്പോഴും അത് കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ആറാമത്തെ പോയിന്റ് എന്നുള്ളത് ഹെയർ ക്ലീൻ ആയിരിക്കണം എന്നുള്ളതാണ്. നമുക്ക് ഹെയറിൽ വേർപ്പും പിന്നെ അഴുക്കൊക്കെ ഇങ്ങനെ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഹെയറിൽ എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും അതിന് റിസൾട്ട് ഒന്നും ഉണ്ടാവില്ല. കാരണം അതിൻ്റെ അബ്സോർപ്ഷൻ ഒന്നും നടക്കില്ല. അതുകൊണ്ട് എന്ത് കാര്യങ്ങളും നമ്മൾ ഹെയർ യൂസ് ചെയ്യാൻ പോകുന്നതിന് മുന്നേയും നമ്മുടെ ഹെയർ നല്ല ക്ലീൻ ആക്കി വെക്കുക, ഹെയറും സ്കാൽപ്പും. അപ്പോൾ ഏഴാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്റ്റ് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനൊരു ടൈം കൊടുക്കണം. എന്ത് കാര്യത്തിനും ഒരു ടൈം ലിമിറ്റ് ഉണ്ടല്ലോ. ഒരു മിനിമം ഇത്ര ഡേയ്സ് കൊടുക്കുക. അല്ലാതെ 2 ദിവസം യൂസ് ചെയ്ത് അടുത്ത പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് അങ്ങനെ ചെയ്ത് ഒരിക്കലും നമുക്ക് റിസൾട്ട് കിട്ടില്ല. നമ്മളെപ്പോഴും ക്ഷമയോടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എട്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഹെൽത്ത് എന്നുള്ളത്. നമുക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, അതായത് ഹോർമോണൽ ഇംബാലൻസ്, പിന്നെ വൈറ്റമിൻ ഡെഫിഷ്യൻസി, പിന്നെ ഓവറായിട്ട് നമുക്ക് സ്ട്രെസ്, പിന്നെ ഏതെങ്കിലുമൊക്കെ മെഡിസിൻ ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഹെയറിൽ പ്രോബ്ലംസ് വരാം. അപ്പോൾ അത് നമ്മൾ ഒരു മടി കൂടാതെ നമ്മൾ ഡോക്ടറിനെ പോയിട്ട് കാണുക. നമുക്ക് സിവിയർ ആയിട്ട് പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഹെയർ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണുക. ഡോക്ടർ തരുന്ന മെഡിസിൻസോ എന്താണെന്ന് വെച്ചാൽ നമ്മളത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഹെയർ കെയർ എന്നുള്ളത് എക്സ്റ്റേണൽ ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല, നമ്മുടെ ഇന്റേണൽ ഹെൽത്ത് കൂടിയാണ്. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക, അതെപ്പോഴും നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ചേട്ടാ ബൈ, സീ യു.